ഐഫോൺസ് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മെസ്സേജിൻ്റെ ഇടയ്ക്ക് ഒരു നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നമ്പർ കീബോർഡ് എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു നമ്പർ ഐക്കണകത്ത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് നമ്പറിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്പർ അവിടെ വരുന്നതായിരിക്കും. കീബോർഡ് ആക്റ്റീവായി നിൽക്കുന്നത് ആൽഫബറ്റിക് ആയിരിക്കും. നിങ്ങൾക്ക് നമ്പർ കീബോർഡ് എടുത്തിട്ട് ഈ ഒരു നമ്പർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് തന്നെ നമ്പേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ നമ്പേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നമ്പർ കീബോർഡ് തന്നെ എടുക്കേണ്ട ആവശ്യമുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ഒരു സിംഗിൾ നമ്പറാണ് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിനകത്ത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഈ രീതിക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഡിവൈസിൽ ആഡ് ചെയ്ത് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് റീച്ചബിലിറ്റി ആണ്. റീച്ചബിലിറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫീച്ചർ ആയിരിക്കും. പക്ഷേ ഞാൻ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഫീച്ചർ ഇതിനകത്ത് ആഡ് ചെയ്തത്. ഇപ്പോൾ റീച്ചബിലിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളൊരു പ്രോമാക്സ് വെർഷനായിട്ട് ഒരു ഐഫോണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ കൈ കൊണ്ട് മുകളിലുള്ള കൺട്രോൾ സെൻറ്ററും ലോക്ക് സ്ക്രീനും ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ റീച്ചബിലിറ്റി ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഒറ്റ കൈ വെച്ച് തന്നെ നിങ്ങൾക്ക് കൺട്രോൾ സെൻറ്ററും കാര്യങ്ങളും നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് താഴെ വന്നിട്ട് ഇവിടെ താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ തൊട്ട് താഴേക്ക് നീങ്ങി വരുന്ന കാണാൻ പറ്റും. നമ്മൾ ഇനി മുകളിൽ നിന്ന് താഴേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ സെൻറ്റർ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അത് ഒന്നുകൂടെ നമ്മൾ ഇവിടെ നിന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിലെത്തുന്നതായിരിക്കും. നമുക്ക് ഇവിടെ കയറി നമുക്ക് ഏത് ടോഗിളാണോ ആക്റ്റീവ് ആക്കേണ്ടത് അത് നമുക്കിവിടെ ആക്റ്റീവ് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ടോഗിൾ എങ്ങനെ ആക്റ്റീവ് ആക്കാൻ പറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ റീച്ചബിലിറ്റി എടുക്കാനായിട്ട് നിങ്ങൾ ജസ്റ്റ് സെറ്റിംഗ്സിൽ പോകുക. സെറ്റിംഗ്സിൽ പോയിട്ട് നിങ്ങൾക്ക് ഏത് സെക്ഷനിൽ പോയാണ് ഇത് എടുക്കേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ടെങ്കിൽ മുകളിലായിട്ട് നമുക്ക് സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് റീച്ചബിലിറ്റി എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നിരിക്കുന്നത്, അത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റീച്ചബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കിവിടെ ഓൺ ആക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒത്തിരി പേർക്കുള്ള ഡൗട്ടാണ്, ഇപ്പോൾ നിങ്ങൾ സെർച്ചിൽ പോയിട്ട് സെർച്ച് ചെയ്ത ആ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നാണ് എടുത്തതെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന്. അപ്പോൾ അതറിയാൻ വേണ്ടി നമുക്ക് ഐഫോണിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മുകളിലായിട്ട് കാണാൻ പറ്റും ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കിവിടെ വന്ന് ഇപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എത്ര സെറ്റിംഗ് നമ്മൾ അകത്തോട്ട് വന്നോ അത് നമുക്കിവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ സെറ്റിംഗ് എന്ന് പറയുന്നത് സെറ്റിംഗ്സ് ആയിരിക്കും. അതിൻ്റെ തൊട്ടടുത്തുള്ള ആക്സസിബിലിറ്റിയാണ്. പിന്നെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ടച്ച് എന്നായിരിക്കും കിടക്കുന്നത്. ഇപ്പോൾ ആക്റ്റീവായി നിൽക്കുന്നത് ടച്ചാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് സെറ്റിംഗ്സ് ഉണ്ട്. സെറ്റിംഗ്സിൽ വന്നതിന് ശേഷം ആക്സസിബിലിറ്റിയിലെത്തി ആക്സസിബിലിറ്റിയിൽ നിന്ന് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടച്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് റീച്ചബിലിറ്റി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ജസ്റ്റ് ഈ ഒരു ഫീച്ചർ ഞാൻ ജസ്റ്റ് ഒന്ന് അല്ലാതെ എടുത്ത് കാണിച്ചു തരാം. സെറ്റിംഗ്സ് എടുത്തു, ആക്സസിബിലിറ്റിയിൽ വന്നു, ടച്ചിൽ വന്നു, റീച്ചബിലിറ്റി നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സെർച്ചിൽ പോയി എടുത്താൽ നമുക്ക് എത്ര സെക്ഷൻ നമുക്ക് അകത്തോട്ട് വന്നു അതെല്ലാം നമുക്ക് ഐഫോൺ തന്നെ കാണിച്ചു തരുന്നതായിരിക്കും. അതുവഴി നമുക്ക് പിന്നീട് അത് യൂസ് ആവുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് സഫാരിയാണ്. സഫാരിയിൽ വന്നിട്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സെർച്ച് ബാറിൽ പോയിട്ട് നമ്മളൊരു അഡ്രസ്സ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ അവിടെ ആമസോണിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആമസോൺ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആമസോണിൽ എന്തൊക്കെ ഡൊമൈൻസ് ഉണ്ടെന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഇവിടെ ഡോട്ട് ഐക്കണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ള ഒത്തിരി ഡൊമൈൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ .in ഉണ്ട്, .org ഉണ്ട്, .com ഉണ്ട്, .ai ഉണ്ട്. ഞാൻ ഇപ്പോൾ യു എയിലാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് യു എയിലുള്ള ആമസോൺ ഓപ്പൺ ആക്കണമെങ്കിൽ ഞാൻ .ai ആണ് കൊടുക്കേണ്ടത്. പക്ഷേ നമുക്ക് .com ഉണ്ട്. .comൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോബലി ഉള്ള എല്ലാ മാർക്കറ്റിലും ആമസോണിൽ ആ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ .comൽ എടുത്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് amazon.com ഇവിടെ ഓപ്പൺ ആവുന്നതായിരിക്കും. പക്ഷേ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പ്രൈസസും എനിക്ക് ഡോളേഴ്സിലായിരിക്കും കാണിക്കുന്നത്. എനിക്കിപ്പം യു എയിലെ സൈറ്റ് തന്നെ വേണമെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് ആമസോണിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് .ai സെലക്ട് ചെയ്യുക, ഗോ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് യു എയിലുള്ള ആമസോൺ ഇവിടെ ഓപ്പണായി വരുന്നതായിരിക്കും. പ്രൈസസ് എല്ലാം നമുക്ക് ദിറംസിലായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള ആമസോണിലെ പ്രൈസ് അറിയണമെങ്കിൽ ജസ്റ്റ് ആമസോൺ സെർച്ച് ചെയ്യുക, ഡൊമൈൻ എടുക്കുക, .in സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ആമസോൺ ഓപ്പൺ ആവുന്നതായിരിക്കും. പ്രൈസസ് എല്ലാം നിങ്ങൾക്ക് INRലായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏതൊരു സൈറ്റിൻ്റെ ഡൊമൈൻസ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങളിപ്പം ഒത്തിരി ടാബ് ഓപ്പൺ ആയി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാബ് സ്വൈപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് ടാബ് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ വന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാബ് സ്വൈപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. തൊട്ടടുത്തുള്ള ടാബിലേക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് കാൽക്കുലേറ്റർ ആപ്പിലാണ്. ഇപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ വന്ന് എത്രയെങ്കിലും നമ്പർ അടിച്ചപ്പോൾ നിങ്ങൾ ലാസ്റ്റ് അടിച്ച നമ്പർ മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നമ്പർ മാത്രമായിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാവരും ചെയ്യുന്നത് ഒരേ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ട് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്താലേ നമുക്ക് ഈ ഒരു നമ്പർ ഡിലീറ്റ് ആക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാൽക്കുലേഷൻസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഫോൺ ഒന്ന് ലാൻഡ്സ്കേപ്പിലേക്ക് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ നിങ്ങളുടെ ഐഫോൺസിൽ അവൈലബിൾ ആണ്. ഈ രീതിയിൽ ലാൻഡ്സ്കേപ്പ് മോഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സയൻറ്റിഫിക് കീബോർഡ് ആക്റ്റീവ് ആക്കാൻ പറ്റുന്നതാണ്.
പിന്നത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ആപ്പിളിൻ്റെ ഡിവൈസസിൽ നമുക്ക് ഇ ബുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി ഒരു ആപ്പ് ഉണ്ട്. ആപ്പിൻ്റെ പേര് ബുക്സ് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബുക്സ് ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒത്തിരി ബുക്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ കൊണ്ട് ജംഗിൾ ബുക്കും ഡ്രാക്കുളയും ഞാൻ അവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി അധികം ഫ്രീ ആയിട്ടുള്ള ബുക്സും ലഭ്യമാണ് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പ് നമുക്ക് ഈ ഒരു ബുക്ക് ആപ്പിൽ വന്നിട്ട് നമ്മൾ പേജ് തിരിക്കുമ്പോൾ നമുക്ക് ഒരു കറക്റ്റായിട്ടൊരു പേജ് മറിക്കുന്ന ഒരു എഫക്റ്റ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. അതൊരു ആനിമേഷൻ ആയിരുന്നു അത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പറ്റും ഒരു സ്ലൈഡ് മാതിരി ഒരു ഓപ്ഷനാണ് നമുക്കിതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ആ പഴയ രീതിയിലുള്ള ആ ഒരു പേജ് തിരിയുന്ന രീതിയിലുള്ള ഒരു ആനിമേഷൻ ലഭിക്കണമെങ്കിൽ അത് നമുക്ക് ഇതിനകത്ത് ആക്റ്റീവ് ആക്കാൻ പറ്റുന്നതാണ്. അതിനകത്ത് തൊട്ട് താഴെ ഇവിടെ ഒരു ഐക്കൺ കാണാൻ പറ്റും. ഈ ഒരു ഐക്കൺ ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കണ്ട തീംസ് ആൻഡ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ കണ്ട് നമുക്കൊരു ചെറിയൊരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ഒരു ആരോ ആയിട്ട് ഒരു ഐക്കൺ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. ഇവിടെ കണ്ട് നമുക്ക് വേണ്ടുന്ന ആനിമേഷൻസ് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ കണ്ടിട്ടും ആക്റ്റീവായിട്ട് നിൽക്കുന്ന സ്ലൈഡാണ്. നമുക്കിപ്പോൾ നിറഞ്ഞത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ പേജ് മറിക്കുന്ന രീതിയിലൊരു ആനിമേഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് പേജ് മറിച്ച് കാണിച്ചിട്ട് കണ്ട് നമുക്ക് പേജ് മറിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ആനിമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ലൈറ്റ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് അത് കാണാൻ പറ്റുന്നതാണ്. പേജ് മറിക്കുമ്പോൾ ആ ഒരു പേജിൻ്റെ അതേ ആനിമേഷൻ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആനിമേഷൻ പക്ക റിയലാണ്. അതായത് നമുക്കിപ്പം കറക്റ്റ് ഒരു പേപ്പർ എങ്ങനെ നമുക്ക് മടക്കിയാലും ആ രീതിയിൽ നമുക്ക് ഈ ഒരു ആനിമേഷൻ കാണിക്കുന്നതായിരിക്കും. ഇവിടെ കണ്ട് നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ രീതിയിൽ നിന്ന് മടക്കി കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ മടക്കുന്ന രീതിയിൽ തന്നെ പേപ്പർ മടങ്ങുന്നതായിരിക്കും. മുകളിലും അതേ രീതിയിൽ തന്നെ മടങ്ങുന്നുണ്ട്. കറക്റ്റ് പേപ്പർ മറിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് പേജ് ടേൺ ചെയ്യാൻ പറ്റുന്നതാണ്. തിരിച്ച് വരുമ്പോഴും അതേ രീതിയിൽ തന്നെ പേജ് മറിയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് വോളിയം സ്ലൈഡറിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വോളിയം കൂട്ടുന്ന സമയത്ത് ഇവിടെ കണ്ടിട്ട് നമുക്ക് വോളിയം ഇൻക്രീസ് ആവുന്നത് ഒരു പ്രത്യേക തരം ഇൻക്രിമെൻ്റ് ആയിട്ടാണ് ഈ കൂടുന്നത്. അതായത് നമുക്ക് ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കൺട്രോൾ നമുക്കിനകത്ത് ലഭിക്കുന്നില്ല. പക്ഷേ മൈന്യൂട്ട് ആയിട്ടുള്ള കൺട്രോൾ നമുക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു വോളിയം സ്ലൈഡർ വരുന്ന സമയത്ത് അതിനകത്ത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഇൻക്രിമെൻറ്റ്സ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഇവിടെ കണ്ട് നമുക്ക് ചെറിയ രീതിയിൽ വരെ വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്പീഡിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ചെറിയ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഐഫോൺസിൽ സ്പീഡ് ഡയൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മുമ്പ് നമ്മൾ ചെയ്തിരുന്നത് ഫേവറേറ്റ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെയുള്ള ആവശ്യമുള്ള ഏത് കോൺടാക്റ്റ് ആണോ അത് നമ്മളിവിടെ ആഡ് ചെയ്തിട്ട് ടാപ്പ് ചെയ്യുന്ന സമയത്ത് കോൾ പോകുന്ന രീതിയിലായിരുന്നു നമ്മൾ സ്പീഡ് ഡയൽസ് സെറ്റ് ചെയ്തിരുന്നത്. ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് നമ്മൾ ഫോൺ ആപ്പിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്പീഡ് ഡയൽ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഹോം സ്ക്രീനിൽ തന്നെ ഒരു സ്പീഡ് ഡയൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതെങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്ന ആപ്പാണ്. ഷോർട്ട് കട്ട്സ് എടുക്കുക, മുകളിൽ റൈറ്റ് സൈഡിൽ ഈ പ്ലസ് ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, ആഡ് ആക്ഷൻ കൊടുക്കുക. എൻ്റെ കൂടെ തൊട്ട് താഴെ വന്ന് നിങ്ങൾക്ക് ഇവിടെ കോളെന്ന് പറഞ്ഞ് കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ മല്ലു എന്ന് പറയുന്ന ആ ഒരു കോളിലേക്കാണ് ഞാൻ കൂടുതലും വിളിക്കാറ്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനോട് ഇല്ലെങ്കിൽ ജസ്റ്റ് മുകളിൽ പോയിട്ട് കോളം സെർച്ച് ചെയ്യുക. കോളം സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോളെന്ന് പറഞ്ഞ സെക്ഷൻ കിട്ടുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺടാക്ട്സ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇവിടെ കണ്ട് കോൺടാക്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് കോൺടാക്ട് എടുക്കുക. ഇവിടെ വേണ്ടുന്ന കോൺടാക്റ്റ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കോൺടാക്റ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇവിടെ മുകളിൽ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോയിൽ പ്രസ് ചെയ്യുക, ആഡ് ടു ഹോം സ്ക്രീൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സെക്ഷൻ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോൺടാക്റ്റിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് സെലക്ട് ചെയ്ത് നമ്മുടെ ചൂസ് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറി പോയിട്ട് നിങ്ങൾക്ക് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ഇവിടെ ആ ഒരു ഷോർട്ട് കട്ടിൻ്റെ പേര് കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് മല്ലു എന്ന് തന്നെ ടൈപ്പ് ചെയ്യുകയാണ്. മല്ലൂൺ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ജസ്റ്റ് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഹോം സ്ക്രീനിൽ ആ ഒരു ഐക്കൺ വരുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് അതിനകത്ത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കോൾ പോകുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്പീഡ് ഡയൽസ് ഐഫോണിൽ ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ക്യാമറ ആപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ട് നമ്മൾ ഫോട്ടോ മോഡിൽ തന്നെ നിന്നിട്ട് നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ കണ്ട് നമ്മൾ ഫോട്ടോ മോഡിലാണ് ഉള്ളത്. ഇപ്പോൾ എനിക്കൊരു വീഡിയോ പെട്ടെന്ന് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ ഒരു ഷട്ടർ ബട്ടണിൽ നിന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് റൈറ്റിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ കണ്ട് മുകളിൽ ടൈമർ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ആവുകയാണ്. അപ്പോൾ എനിക്കൊരു വീഡിയോയിൽ ഒന്ന് സൂമിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു വീഡിയോ സൂമിനും സൂം ഔട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എനിക്കിത് കുറച്ച് നേരത്തേക്ക് തന്നെ റെക്കോർഡ് ആവണമെങ്കിൽ എനിക്കിനി പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റൈറ്റിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഒരു വിട്ട് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ റെക്കോർഡ് ആവുന്നതായിരിക്കും. ഇനി എനിക്ക് എൻ്റെ ഇടയ്ക്ക് ഫോട്ടോസ് എടുക്കണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫോട്ടോസും ആവുന്നതായിരിക്കും. ഇനി ഒരു വീഡിയോ നിർത്താനായിട്ട് ജസ്റ്റ് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോ മോഡിലേക്ക് പോകാതെ തന്നെ ഫോട്ടോസിൻ്റെ മോഡിൽ നിന്നിട്ട് നിങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസും സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഐഫോണിൻ്റെ ഡിസ്പ്ലേ സൈസിന് ചേരുന്ന രീതിയിൽ വാൾപേപ്പേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഐഫോണിൽ തന്നെ ഒരു സെറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതേതാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ട് ഇതൊരു ലാൻഡ്സ്കേപ്പ് രീതിയിലുള്ളൊരു ഫോട്ടോയാണ്. അപ്പോൾ എനിക്കിതിൻ്റെ ഫോണിൻ്റെ സൈസിലേക്ക് ഒരു വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് മുകളിൽ വന്നിട്ട് റൈറ്റ് സൈഡിൽ എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ഇവിടെ വരുന്നതായിരിക്കും. ഇവിടെ കണ്ട് നമുക്ക് താഴെ ഒരു ക്രോപ്പിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് മുകളിൽ ഈ ഒരു ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ വാൾപേപ്പർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് അവിടെ കണ്ട് നമ്മുടെ സ്ക്രീനിൻ്റെ സൈസ് കറക്റ്റായിട്ട് ഇവിടെ വരുന്നതായിരിക്കും. നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഈ ഒരു വാൾപേപ്പർ അലൈൻ ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ
ആ ഒരു വാൾപേപ്പർ നമ്മുടെ സ്ക്രീൻ സൈസിലേക്ക് കറക്റ്റായിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നതായിരിക്കും. പുറത്ത് പോയി കഴിഞ്ഞിട്ട് അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാൾപേപ്പർ സൈസിലായിരിക്കും ഈ ഒരു വാൾപേപ്പർ ഉണ്ടായിരിക്കുക. പിന്നെ നമുക്ക് ഈ ഒരു വാൾപേപ്പർ നിങ്ങൾക്ക് പഴയ രീതിയിൽ ലാൻഡ്സ്കേപ്പ് മോഡിൽ തന്നെ വേണമെങ്കിൽ ജസ്റ്റ് പിന്നെ എഡിറ്റിൽ പോവുക. റിവേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. റിവേർട്ട് കൊടുത്തിട്ട് റിവേർട്ട് ഒറിജിനൽ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങളുടെ ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് ആ ഒരു വാൾപേപ്പർ പോകുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിലും ലാൻഡ്സ്കേപ്പിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ല നിങ്ങൾക്ക് വാൾപേപ്പർ ആക്കണമെങ്കിൽ വാൾപേപ്പർ രീതിയിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഒരു വാൾപേപ്പർ ആയിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ ഒരു ഐക്കൺ പ്രസ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഫോട്ടോസ് കൂടെ വരുന്നതായിരിക്കും. ഒരേ കോപ്പിയിൽ രണ്ട് ഫോട്ടോസ് വരുന്നതായിരിക്കും. ഒന്നിൽ പോയിട്ട് എഡിറ്റ് കൊടുക്കുക, ക്രോപ്പിൽ പോവുക, ആസ്പെക്ട് റേഷ്യോ എടുത്തിട്ട് വാൾപേപ്പർ കൊടുത്ത് വാൾപേപ്പർ സെലക്ട് ചെയ്തിട്ട് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാൻഡ്സ്കേപ്പും കിട്ടുന്നതായിരിക്കും, വാൾപേപ്പർ ആയിട്ടുള്ള ഇതും നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഒരേ ഫോട്ടോസ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് വാൾപേപ്പർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത ഫീച്ചർ വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഇത് പാതിവർക്ക് അറിഞ്ഞുകൂടെ എന്താണെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഷേക്കർ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം ഞാൻ ജസ്റ്റ് ഒന്ന് കുലുക്കി കാണിച്ചു തരാം. ഇവിടെ കാണാൻ പറ്റും വാട്ടർ റണ്ണിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണിക്കും. വാട്ടർ റണ്ണിങ് എന്ന് പറഞ്ഞ് ഒരു നോട്ടിഫിക്കേഷൻ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു പല രീതിയിലുള്ള സൗണ്ട്സ് നമുക്ക് നമ്മുടെ ഐഫോൺ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഒരു ഓപ്ഷൻ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഐഫോണിലും കിട്ടുന്നതായിരിക്കും. നമുക്ക് ആപ്പിൾ വാച്ച് ഉണ്ടെങ്കിൽ ആപ്പിൾ വാച്ചിൽ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെ ടേൺ ഓൺ ചെയ്യണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെറ്റിങ്സ് എടുക്കുക, മുകളിൽ പോയിട്ട് സൗണ്ട് റെക്കഗ്നിഷൻ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സൗണ്ട് റെക്കഗ്നിഷൻ ഇവിടെ ഓണായി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ ടോഗിൾ കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ആ ടോഗിൾ ഓൺ ചെയ്ത് കൊടുക്കുക. ടോഗിൾ ഓൺ ചെയ്തിട്ട് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സൗണ്ട്സ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്റ്റീവാക്കി നിർത്താൻ പറ്റുന്ന ഒത്തിരി സൗണ്ട്സ് കൂടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തീയുടെ സൗണ്ട് ഉണ്ടെങ്കിൽ അത് ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. സൈറൺ കേൾക്കുകയാണെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സ്മോക്കിനാണെങ്കിൽ നമുക്കിവിടെ സൗണ്ട് കിട്ടുന്നതായിരിക്കും. ആ ഒരു സൗണ്ട് നമുക്കിവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ള കോളിംഗ് ബെല്ലിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കോളിംഗ് ബെല്ല് ആണെങ്കിൽ നമുക്ക് ആ ഒരു സൗണ്ട് നിങ്ങൾക്കിവിടെ ആഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് കസ്റ്റം അലാറം കൊടുത്തിട്ട് നമുക്ക് ആ ഒരു അലാറം നമുക്കിവിടെ റെക്കോർഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് ഹോം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടിട്ട് നമുക്ക് ആ ഒരു സൗണ്ട് 5 തവണ നമുക്കിവിടെ കേൾപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സമയം സ്റ്റാർട്ട് ലിസണിങ് കൊടുത്തിട്ട് ആ ഒരു സൗണ്ട് 5 തവണ കേൾപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐഫോൺ ആ ഒരു സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ട് പിന്നീട് സൗണ്ട് കേൾക്കാവുന്നതോടെ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഇതൊന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. സ്റ്റാർട്ട് ലിസണിങ് കൊടുക്കുക. അതുകൊണ്ട് ഡോർ നോക്ക്, ഞാൻ ഡോർ നോക്ക് ഓൾറെഡി ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡോർ നോക്കിനെ കാണിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു അലാറം ഇതിനകത്ത് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് അത് കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ താഴോട്ട് ഒന്നിന് കണ്ടും ഡോർ നോക്ക് ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സൗണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് തട്ടി കാണിച്ചു തരാം. ഇവിടെ കണ്ടേ ഡോർ നോക്ക് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കൊട്ടിയപ്പോൾ ആ ഒരു ഡോർ നോക്ക് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും പാട്ട് കേട്ടോണ്ടെങ്കിൽ സമയത്ത് നമുക്ക് ആരെങ്കിലും ഡോറിൽ കൊട്ടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഹെഡ്സെറ്റ് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഐഫോൺ തന്നെ അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് നമുക്കൊരു നോട്ടിഫിക്കേഷൻ തരുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയി അത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ആക്റ്റീവാക്കി നിർത്താൻ പറ്റുന്ന ഒത്തിരി ഓപ്ഷൻസ് നമുക്കിവിടെ ഉണ്ട്. അപ്ലയൻസ് ഉണ്ട്, കാർ ഹോൺ ഉണ്ട്, ഡോർ ബെല്ലുണ്ട്, ഡോർ നോക്ക് ഉണ്ട്, ഗ്ലാസ് പൊട്ടുന്ന സൗണ്ട് ഉണ്ട്, കെറ്റിലിൻ്റെ സൗണ്ട് ഉണ്ട്. ഇതൊക്കെ വേണ്ടുന്നില്ല നിങ്ങൾക്ക് ആക്റ്റീവാക്കി നിർത്താൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് കൊച്ചു കുട്ടികളുള്ള വീട്ടിൽ നിങ്ങൾക്ക് ബേബി ക്രൈയിങ് നിങ്ങൾക്ക് ഇവിടെ ഓണാക്കി നിർത്തിയിട്ട് കൊച്ചുങ്ങൾ കരയുന്ന സമയത്ത് നിങ്ങൾക്ക് ഐഫോൺ തന്നെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ തരുന്നതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ കൊച്ചിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് ഫീച്ചറാണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ആക്റ്റീവാക്കി വെക്കുക. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ഒരു ഫ്ലാഷിംഗ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഫോണിൻ്റെ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക്കായിട്ട് ഡിം ആക്കിയിട്ട് നിങ്ങളുടെ കണ്ണിനുള്ള സ്ട്രെയിൻ കുറയ്ക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ആൽബംസിൽ വന്നിട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോ. ഇവിടെ കണ്ടിട്ട് വളരെ ഫ്ലാഷിംഗ് ആയിട്ടുള്ള ലൈറ്റാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലാഷിംഗ് ലൈറ്റ് ഇവിടെ കണ്ടിട്ട് ഇപ്പോൾ കറക്റ്റ് ഫുൾ ബ്ലാസ്റ്റിലാണ് കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെറ്റിങ്സിൽ പോവുക, മുകളിൽ സെർച്ചിൽ വന്നിട്ട് ഡിം ഫ്ലാഷിംഗ് ലൈറ്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് മുകളിൽ ഒരു ടോഗിൾ വന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിം ഫ്ലാഷിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞ ടോഗിൾ കിട്ടുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഐഫോണിൻ്റെ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലാഷിംഗ് ലൈറ്റ് വരുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ സ്ട്രെയിൻ കുറയ്ക്കാനായിട്ട് ഡിസ്പ്ലേ ഡിം ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ വീഡിയോയിൽ ഈ ഒരു ഫ്ലാഷ് ഫുള്ളായിട്ട് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ പോയിട്ട് ഈ ഒരു ഡിം ലൈറ്റ് ഓൺ ആക്കുന്നുണ്ട്. ഇത് ഒന്നും കൂടെ ഇവിടെ വന്നിട്ട് ഈ ഒരു വീഡിയോ ഒന്നുകൂടെ പ്ലേ കാണിച്ചു തരാം. ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഡിസ്പ്ലേ ഇവിടെ ഡിം ആയിട്ടുണ്ട്. കണ്ടിട്ട് നമ്മുടെ ഡിസ്പ്ലേ ഡിം ആയിട്ടുണ്ട്. ഇവിടെ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന അടുത്തെല്ലാം നമുക്ക് ഈ ഒരു
ഫുൾ ലൈറ്റ് ബ്ലാസ്റ്റിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നമുക്കിവിടെ ഡിസ്പ്ലേയിൽ ബ്ലാക്ക് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ ഇവിടെ പോയിട്ട് ഞാനൊരു സെറ്റിംഗ് ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെ കണ്ട് ആ ഒരു ഫുൾ ലൈറ്റിൽ ഫ്ലാഷിംഗ് ലൈറ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേ ഡിം ആവുന്നില്ല. അപ്പോൾ ഇത് നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ്. നിങ്ങൾ എല്ലാവരും ഐഫോൺസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ കുറയുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഏതെങ്കിലും വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് വലിയൊരു ആഡ് നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. ചില ആഡുകൾ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ടൈമർ കാണിക്കുന്നതായിരിക്കും, ചിലതിൽ സ്കിപ്പ് ചെയ്യാൻ ടൈമർ കാണിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ടൈമർ ഇല്ലാത്ത ആഡ്സ് എങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് എൻ്റെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ആഡ് വന്നിട്ടുണ്ട്. ഈ ഒരു ആഡ് സ്കിപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ഐ ബട്ടണിൽ പ്രസ് ചെയ്യുക. സ്റ്റോപ്പ് സീയിങ് ദിസ് ആഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ കണ്ടും ഇതിൽ യെസ് കൊടുക്കുക. എന്നിട്ട് ഈ റെപ്പറ്റേറ്റീവ് എന്നുള്ളത് വെച്ച് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആഡ് പോകുന്നതായിരിക്കും. നേരെ നമ്മുടെ വീഡിയോ പ്ലേ ആവുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏതൊരു വലിയ ആഡ്സ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നത്. ചില വീഡിയോസിൽ നമുക്ക് 2 ആഡ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ 2 ആഡ്സ് ഫുള്ളായിട്ട് നമുക്ക് കാണേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ നമുക്ക് പോയി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആഡ് സ്കിപ്പ് ചെയ്തിട്ട് നേരെ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒത്തിരി ടിപ്സ് വീഡിയോസ് നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ടിപ്സ് എല്ലാം കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് പ്രീമിയം എടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സോങ് ലോക്ക് സ്ക്രീനിൽ പ്ലേ ചെയ്യിക്കണമെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് നിങ്ങളുടെ സഫാരിയിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ സഫാരിയിൽ എൻ്റെ ചാനൽ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ പ്ലേ ആവുന്നുണ്ട്. അടുത്തായിട്ട് ജസ്റ്റ് സ്ക്രീൻ ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ സ്ക്രീൻ വേക്ക് ആക്കിയിട്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു പ്ലേ ബട്ടൺ കിട്ടുന്നതായിരിക്കും. അത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ പ്ലേ ആവുന്നതായിരിക്കും. നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഇവിടെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് യൂട്യൂബ് പ്രീമിയം എടുത്തിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ എടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് സഫാരിയിൽ പോയിട്ട് ഈ ഒരു ഫീച്ചർ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് പ്രീമിയം എടുക്കാതെ നിങ്ങൾക്ക് ലോക്ക് സ്ക്രീനിൽ സോങ്സ് പ്ലേ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ടിപ്സ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പം കൂടുതൽ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. സീ യു.